തൊഴിലിടത്തിലെ സ്ത്രീ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഇന്ന് സെമിനാർ സംഘടിപ്പിക്കുക. കോഴിക്കോട് ടൗൺ ഹാളിൽ രാവിലെ 10 മണിക്കാണ് സെമിനാർ. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുക. തുടർന്ന് നടക്കുന്ന ചർച്ചയിൽ വിമൻ ഇൻ സിനിമ കളക്ടീവ് പ്രതിനിധികൾ സജിത മഠത്തിൽ, ദീദി ദാമോദരൻ തുടങ്ങി വിവിധ മേഖലയിൽ നിന്നുള്ള സ്ത്രീ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും. വളരെ നിർണായകമായ ഒരു സെമിനാറാണ് എന്ന്. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു വിഷയം തന്നെ തൊഴിലിടത്തിലെ സ്ത്രീ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള സംസ്ഥാന വനിതാ കമ്മീഷന്റെ സെമിനാറാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. SS ശരത്ത് തുടരുന്നുണ്ടെന്ന് കരുതുന്നു. ശരത്ത്, കേൾക്കാമെങ്കിൽ ഇന്നിപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ സെമിനാറിലെ അജണ്ടകൾ, ആരൊക്കെ പങ്കെടുക്കും, വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. അതായത് ഏറ്റവും നിർണായകമായ സെമിനാർ തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊഴിലിടത്തിലെ സ്ത്രീ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ സെമിനാർ. ഇത്തരത്തിൽ നിരവധി വനിതകൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ കമ്മീഷനാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല സെമിനാറാണ്. പ്രധാനമായും ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് വിമൻ ഇൻ കളക്ടീവ് പ്രതിനിധികളായ സജിത മഠത്തിലൊപ്പം ദീദി ദാമോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അതേപോലെ തന്നെ കെ അജിത, സബീന ബീഗം, ഡോക്ടർ AK ലിൻസി, അതായത് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസറാണ് AK ലിൻസി. അതേപോലെ തന്നെ കമ്മീഷൻ ലോ ഓഫീസറായ K ചന്ദ്രശോഭ, അഡ്വക്കേറ്റ് PM ആതിര തുടങ്ങിയവർ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുക. രാവിലെ 10 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് സെമിനാർ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലെ സാഹചര്യത്തിൽ സ്ത്രീകൾ തൊഴിലിടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയായും ഈ സെമിനാറിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയ ചർച്ചകളും ഈ സെമിനാറിലുണ്ടാകും.